അമ്മു നോക്ക്. ആ പോവാ. അമ്മേ നമുക്കൊന്ന് പുറത്തു പോവാ. ഓക്കെ. ഓ ഇനി ആ ചെറുക്കനെ സമ്മതിപ്പിക്കണമല്ലോ. ബാ നോക്കാം. ചേട്ടാ ചേട്ടാ ബാ നമുക്ക് പുറത്തേക്ക് പോവാ. എണീക്കേട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. വേണ്ട ചേട്ടാ പ്ലീസ് പ്ലീസ് ബാ. ഇല്ല അത് തന്നെ ഞായറാഴ്ചയാ. ബാ പുറത്തേക്ക് പോവാ പ്ലീസ് 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 പ്ലീസ്. എണീക്ക് എണീക്ക് എണീക്ക്. ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ ആതിരപ്പള്ളി വന്നിരിക്കുകയാണ്. അതാണ് രാവിലത്തെ ഡിസ്കഷൻസൊക്കെ അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 4:34. ഞങ്ങൾ ലേറ്റായിപ്പോയി. ഇതെന്താ ഞങ്ങൾ ലേറ്റായിപ്പോയി. ഇതോ ചേട്ടനും ചേച്ചിയൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും ഞാനും അമ്മയായിട്ടാണ് വന്നേക്കണത്. അവർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. പിന്നെ ഫുൾ ബ്ലാസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ പുതിയ പുതിയ ലൊക്കേഷൻസ് ഉണ്ട്. ഇത് പുതിയ ലൊക്കേഷൻ നല്ല സ്ഥിരം വരാറുള്ള ലൊക്കേഷനാണ്. പക്ഷെ പുതിയ പുതിയ ഫുഡ് സ്പോട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ പോകാറായിരിക്കും ഇനി പതിവ്. I know you're scared, you wanna hide away sometimes. I know you hurt from everyone telling you lies. I bet you just wanna lose your mind. I know you hurt, I know you hurt. Let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating, you got me, you always got me. അപ്പോൾ നമ്മൾ എവിടെ എത്തി? എവിടെ എത്തി? ഇവിടെ എത്തി. I want you forever, chase away all of your bad dreams. You got me, you always got me. Just feel it. ഇത്ര തിരക്കുണ്ട്, എന്നാൽ വെള്ളം കുറവാണ്. ഇത്ര മഴയും പെയ്തിട്ട് വെള്ളം വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുള്ള് കാണുന്ന സ്ഥാനത്ത് ആകെ ഇച്ചിരി കാണുന്നുള്ളൂ. അതുകൊണ്ടൊരു മൂഡ് പോയി. ഇവിടെ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുറേ നാൾക്ക് ശേഷം വന്നത്. ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് 2015, അതറിയോ? എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് വന്നത്. എന്താണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കുന്നത്. വനം, ഫോറസ്റ്റ്, മകിഴ്മതിയുടെ കോട്ട. ചേച്ചി ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാനതൊരു ചോദ്യം ചോദിക്കുകയാണേ. നമ്മുടെ ഈ വാട്ടർഫോൾസില്ലേ, ഈ എല്ലാം വെള്ളം വരുന്നത്, ഇതിൻ്റെയൊക്കെ മീര് എന്തായിട്ട് വരും? ഏച്ചില്ല. ഈ നല്ല മഴ പെയ്യാൻ പോകുന്നു. ടയർഡായി. ജിമ്മിൽ പോണതിൻ്റെ ഹാർഡ് വർക്ക്, ജിമ്മിൽ പോണതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഹാർഡും വർക്കും ആവും. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. കണ്ട കുട ചൂടിയിരിക്കണത്. അവിടെ ചേട്ടനും ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. അവരും കുട ചൂടിയിരിക്കുക. മഴയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ നിൽക്കുക, കുട ചൂടി ഇങ്ങനെ നിൽക്കുക. വെറുതെ ഒഴുകണം. നോക്കിയമ്മ, ടു മച്ച്. ഞങ്ങൾ തിരിച്ച് കാറി കയറി. മഴ കാരണം വീഡിയോ എടുക്കേണ്ടിയൊന്നും വന്നില്ല. കുട പിടിച്ച് വന്നതുകൊണ്ട് അധികം ആഡംബരമൊന്നും കാണിച്ചില്ല ഞങ്ങൾ. കണ്ട ദേ, ഇത്തവണ എനിക്ക് റെസ്റ്റാണ്. ചേട്ടൻ വന്നതുകൊണ്ട് ചേട്ടനാണ് ഫുൾ ഡ്രൈവിംഗ് ഒക്കെ. ഞാൻ ബാക്ക് സീറ്റ് പാസഞ്ചറാണ്. അമ്മയും ബാക്ക് സീറ്റ് പാസഞ്ചറാണ്. ഫ്രണ്ടിൽ ചേട്ടനും ചേച്ചി. ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് ആദ്യം ഈ ഏരിയയിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടും നെക്സ്റ്റ് ആലോചിക്കണം. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവരോട്. നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് ഫ്ലോപ്പായി, അത് വിട്ടേക്ക്. ആതിരപ്പള്ളി ആക്ച്വലി ഒരു നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മിക്ക മലയാളം
ഹിന്ദി, തമിഴ്, തെലുഗു മിക്ക മൂവീസ്, കന്നഡ എല്ലാം മിക്ക മൂവീസിലും ഒരു വാട്ടർഫോൾ സീക്വൻസ് ഉണ്ടെങ്കിൽ അത് മിക്കതും ഇവിടെ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു 5 സോങ്സോ മൂവീസോ ഇവിടെ ഷൂട്ട് ചെയ്തേക്കണത് ഏതൊക്കെയാന്ന് പറയുക. പറയൂ. ഓക്കെ, രാവൺ 1. അത് 2 ഒന്നായിട്ടേ കൂട്ടുള്ളൂ കേട്ടോ. ബാഹുബലി 1ഉം ബാഹുബലി 2ഉം ഒന്നായിട്ടേ കൂട്ടുള്ളൂ. ദിൽസെ അതില് മറ്റേ ജിയ ജലൻ അത് പേര് പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക്. ഞാൻ പറയാൻ വന്നത് അവൻ പറഞ്ഞു ബാഹുബലി. അതല്ലാതെ ഒന്നും പറയില്ലേ? അഡഡ മഴട നൈസ് സ്കോർ ചെയ്തു ചേച്ചി. പറ അമ്മ. പിന്നെ നമ്മള് നേരത്തെ ഇരുവറിലെ പാട്ട്, അതിന് ഇരുവറിലെ നറുമുഖയെ പയ്യാണ് അടട മഴട. ഇരുവർ സിനിമയിലെ നറുമുഖയെ ഷൂട്ട് ചെയ്തേക്കണത് ഇവിടെയാണ്. അങ്ങനെ മിക്ക സോങ്സ് ഉണ്ട്. രാവണിലെ മറ്റേ ഇവര് ഇങ്ങനെ എന്താണ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ കേറി പോകുന്ന സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കണേ. അങ്ങനെ മിക്ക, പിന്നെ ബാഹുബലിയിലെ മേലെയാണ് മകിഴ്മതി, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഇവിടെ തന്നെയാണ്. ബർസോരെ മേഘമേഘം. ചേച്ചിക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇത് മാത്രം ഞാൻ ഓർത്തുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം എനിക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതായിരുന്നു. ബർസോരയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഐശ്വര്യ റായിയുടെ. പിന്നെ യക്ഷിയൻ ഞാനില് മറ്റേ ഒരു പാട്ടുണ്ട്, പൊന്മാനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിവിടെ ഷൂട്ട് ചെയ്തേക്കണേ. അങ്ങനെ അത്യാവശ്യം കുറെ പടങ്ങളുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. മിക്ക ഏതെങ്കിലും എല്ലാ വാട്ടർഫോൾസ് ഒക്കെ മിക്കത് ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വല്ല അബ്രോഡ് പോയിട്ട് ഷൂട്ട് ചെയ്തേക്കണേതേ ഉണ്ടാവുള്ളൂ. ചേട്ടായി, ആ ഫ്രണ്ടിൽ പോണ വണ്ടി കണ്ട ട്രക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ആ കയറ് വേണമെങ്കിൽ എടുത്ത് പൊട്ടിച്ചാലോ? കൊച്ചി രാജാവിലെ സീനാ? കൊച്ചി രാജാവിലെ ലാസ്റ്റ് സീന്. അതിലും കുറച്ചും കൂടി ഹൊറർ ആക്ച്വലി ഫൈനൽ ഡെസ്റ്റിനേഷൻ ആട്ടോ ഗൈസ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ 2 അല്ലേട്ടാ? 2 ആ ട്രാഫിക്കില് പ്രശ്നം വന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ 2 കാണുക. അപ്പൊ ഇതിന്റെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ചേട്ടാ സൂക്ഷിച്ച് ഓടിച്ചോ, ഈ വഴി കൂടെ ഓടിച്ചോ, അപ്പുറത്ത് കൂടെ പോണ്ട. മണ്ണൻ, വെട്ടം, 2 കൺട്രീസ്, കുഞ്ഞിക്കൂനൻ. ഇത് വായിച്ചേ, ഇത് കണ്ട 7 സുന്ദര രാത്രികള്, സ്പാനിഷ് ചിക്കൻ പുട്ട്, റിംഗ് മാസ്റ്റർ അവതാരം. ഭയങ്കര പഠിത്തം അവിടെ. ചേട്ടൻ ഭയങ്കരമായിട്ട് ആലോചിച്ച് വേറൊന്നുമല്ല, സുഡോക്ക് കളിക്കുക. അതാണ് ചേട്ടൻ പറയുന്നത്. ഈ കാണുന്ന സുഡോക്ക് കളിക്കുകയാണ്. കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. ദിസ് ഈസ് നാടോടി മന്നൻ പുട്ട്. ദിസ് ഈസ് മീശ മാധവൻ പുട്ട്. ദിസ് ഈസ് നോർമൽ എന്താണ് വെജ് 7 സുന്ദര രാത്രികൾ. വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. വിത്തിൻ വെരി വെരി മില്ലി സെക്കൻഡ്സ്. മൈ ന്യൂ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് പോയതാ, ഇപ്പോൾ ഫൈനലി തിരിച്ചെത്തി. ഇപ്പോൾ സമയം 9:45. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നൊരു എല്ലാം പെട്ടെന്നായിരുന്നു പ്ലാനിങ്സ് ഒക്കെ. ഇങ്ങനെ ആതിരപ്പള്ളി പോകണം എന്നുള്ള ഉള്ളത് എല്ലാം പ്ലാനിങ്സ് ആയിരുന്നു. ചേട്ടനും ചേച്ചിയും കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫുൾ കംപ്ലീറ്റ് ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഇനി പലതരം ഗെയിംസ്, ഇപ്പോൾ ചേട്ടനൊക്കെ വന്നുകൊണ്ട് ഫുൾ ഓൺ പവറായിരിക്കും, ഗെയിംസൊക്കെ കളിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ് ഒക്കെ ഒരുപാട് വരും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതുപോലെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടാകും. ഇതുപോലെ ഹാങ് ഔട്ട് വ്ളോഗ്സ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി ഫുൾ ഓൺ പവർ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടൻറ്റൊക്കെ കുറയുന്നുണ്ടെന്ന് അറിയാം, ബിക്കോസ് എനിക്ക് വർക്ക് ഉണ്ട്. സോ എഡിറ്റിംഗ് വർക്ക്സൊക്കെ ഭയങ്കര ശോകമാണ്. അതുകൊണ്ട് തന്നെ എവിടെയും പോകാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ
എന്താണ് അതാണ് ലാഗ് അയക്കണത്. ഡാൻസ് വീഡിയോസ് പോലും എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാം. ഏതായാലും ഇത്രയും നാളെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തത്. ആൻഡ് റിമെമ്പർ ദിസ് 239 സബ്സ്ക്രൈബേഴ്സ്. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു എവ്രി വൺ. ഞാൻ ഒരു 100 മീതെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് ഇത്ര എത്തിയത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇതുപോലെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് 500 ആക്കണം, 1000 ആക്കണം, 1 lakh ആക്കണം. ബട്ടണൊക്കെ കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ അത് തന്നെ. ആൻഡ് വേറെന്താ, സെയിം കാര്യങ്ങളൊക്കെ തന്നെ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫീഡ്ബാക്സ് എല്ലാം ചെയ്യുക. താങ്ക് യു. ആൻഡ് റിമെമ്പർ ഗൈസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.